ഹാജർ ബീവി എന്ന ഒരു ഭാര്യയുണ്ട്. ഹാജർ റളിയല്ലാഹു തആല അൻഹ, ഇബ്രാഹിം നബിയുടെ ഭാര്യയുടെ ചരിത്രം. ഇങ്ങനെ ഒരു കുടുംബ ചരിത്രം പറഞ്ഞ ഭാഗം ഖുർആനിൽ വേറെ കാണില്ല. മക്കയിൽ ആരുമില്ലാത്തിടത്ത് അവരെ ഉപേക്ഷിച്ച് തിരിച്ചു നടക്കുമ്പോഴാണ് മക്കയിൽ ആരുമില്ല. കഅബ പോലുമില്ലല്ലോ. അപ്പോ കഅബ പോലുമില്ല. മക്ക പോയി കണ്ടവർക്കറിയാം, ഒരുപാട് കുന്നുകളാണ്. ആ കുന്നുകൾക്കിടയിൽ കഅബയുടെ ഫൗണ്ടേഷൻ മണ്ണിൽ മൂടിക്കിടക്കുന്ന കാലം. റബ്ബനാ അല്ലാഹുവേ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, ആരാരുമില്ലാത്ത സ്ഥലത്ത് എന്റെ ഭാര്യയെ ഞാൻ ഒറ്റക്കായി പോകുന്നു. പടച്ചവനെ, ഒറ്റക്കാക്കി പോരുകയാണ്. അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടി. ആരും ഇവിടെ ഇല്ല പടച്ചവനെ, പക്ഷെ ഞാൻ നിന്നെ ഏൽപ്പിച്ചു പോവുകയാണ് റബ്ബേ. എന്തിന്? ഇവര് നന്നാവണം. അള്ളാഹുവിന്റെ കഅബാലയം ഇവിടെ ഉയരണം, അള്ളാഹുവിന്റെ പള്ളി വരണം, ഇവിടെ നിസ്കരിക്കുന്നവർ വരണം, എന്റെ കുടുംബം, എന്റെ മക്കള് നിന്നെ ഓർക്കണം പടച്ചവനെ. നിന്റെ തീരുമാനപ്രകാരം എന്റെ ഭാര്യയെ ഞാൻ കൊണ്ടാക്കി പോരുകയാണ്. ഹാജർ ബീവി തിരിഞ്ഞെന്ന് ചോദിച്ചു, ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോവാണോ? ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിൻ്റെ ഒരു പ്രതീതി പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോവാണോ? ഇബ്രാഹിം നബി ഹി നോഡഡ്, അങ്ങനെ തലയാഴ്ത്തിന്ന ബഹുമാനപ്പെട്ടവരെ സംസാരിച്ചില്ല എന്നാ. കാരണം സ്പീച്ച്ലെസ് മൊമെന്റ്സ്. എന്താ പറയാ? അപ്പോൾ ഇബ്രാഹിം നബി തലയാഴ്ത്തി, ഞാൻ പോവാണ് എന്നർത്ഥത്തിൽ. പിന്നെ ഒരു ചോദ്യമേ ഹാജർ ബീവി ചോദിച്ചിട്ടുള്ളൂ എന്നാ. ഒരൊറ്റ ചോദ്യം, വേറെ ചോദ്യം. ആദ്യം ചോദിച്ചു, നിങ്ങൾ പോവാണോ? ഇനിയും കുഞ്ഞിനോട് ആക്കി പോവാണോ? എവിടെ? ബസ് സ്റ്റാൻഡിലല്ലേ ആക്കി പോണത്, റെയിൽവേ സ്റ്റേഷനിലല്ല. ഒരു പെട്ടിക്കട പോലുമില്ല. പോകട്ടെ, ഒരു വെള്ളം കുടിക്കാൻ കിണർ പോലുമില്ലാത്ത സ്ഥലത്ത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? രണ്ടാമതൊരു ചോദ്യമേ ആ ഭാര്യ ചോദിച്ചുള്ളൂ. ലോകത്തെ സർവ്വ ഭാര്യമാർക്കും മാതൃകയാണ് ഹാജർ റളിയല്ലാഹു അൻഹ. ശുദ്ധ ഖുർആൻ തത്ബീഖ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ ഹാജർ ബീവിയിൽ മാതൃകയുണ്ട്. മറ്റൊരുപാട് ബീവിമാരിൽ മറിയം ബീവിയിലുണ്ട് മാതൃക. ഹാജർ ബീവി പറയാണ്, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. പിന്നെ ഹാജർ ബീവി ചോദിച്ചിട്ടില്ലെന്നാണ്. ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ പോവാണോ? അതേ എന്ന് ഇബ്രാഹിം നബിയുടെ മറുപടി. പിന്നെ, ഇത് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതാണോ? അപ്പൊ അതുവരെ പറഞ്ഞിട്ടില്ല എന്നാ വിഷയം. പോവാണെന്ന് പറഞ്ഞ് മക്കയിലേക്ക് കൊണ്ടുവന്നു. എവിടുന്ന്? ഫലസ്തീനിൽ തുടങ്ങിയ യാത്രയാണ്. ഹാജർ ബീവിയെ കിട്ടുന്നത് ഈജിപ്തിൽ വെച്ചാണ്. അവിടുന്ന് ഫലസ്തീനിൽ വന്നു. ഫലസ്തീനിൽ നിന്ന് 2000-ലേറെ കിലോമീറ്റർ വേണം യാത്ര ചെയ്യാൻ മക്കയിലേക്ക് എത്താൻ. ഒന്ന് ആലോചിച്ചു നോക്കി, 2000-ലേറെ കിലോമീറ്റർ എങ്ങനെ യാത്ര ചെയ്യും? യാ അല്ലാഹ് സുബ്ഹാന. എങ്ങ ഒട്ടകപ്പുറത്തെ ഹാജർ ബീവിയെ കൊണ്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെയും കൊണ്ട് യാത്ര ചെയ്തത് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്. എത്ര മാസങ്ങളെടുത്തു ആ യാത്ര? യാ അല്ലാഹ്. ചോദിക്കുകയാണ്. അപ്പോഴൊന്നും ഇബ്രാഹിം നബി പറഞ്ഞിട്ടില്ല, ഇത് അള്ളാഹുവിന്റെ തീരുമാനം, പോവാണെന്ന് പറഞ്ഞു. പോവാൻ ഞാൻ റെഡിയാണെന്ന്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചത്, ഇബ്രാഹിം നബിയെ, ഇത് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതാണോ ഞങ്ങൾ ഉപേക്ഷിക്കാൻ? അതെ. പിന്നെ ചോദിച്ചില്ല, ഇദൻ ലാ യുളയ്യുനാ, എങ്കിൽ അള്ളാഹു ഞങ്ങളെ കഷ്ടപ്പെടുത്തൂല, എങ്കിൽ അള്ളാഹു ഞങ്ങളെ നഷ്ടപ്പെടുത്തില്ല, അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചിരിക്കും എന്ന് ഖൽബിൽ ഈമാനും തവക്കുലുമുള്ള പെണ്ണാണ് ഹാജർ റളിയല്ലാഹു അൻഹ എന്ന അതിസുന്ദരിയായിരുന്ന ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഹാജർ റളിയല്ലാഹു അൻഹ. അത് മാത്രമാണോ? ഭർത്താവ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ, ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ, മറ്റെവിടേക്കെങ്കിലും ഒരൽപ്പകാലത്തേക്ക് മാറി താമസിച്ചു കഴിഞ്ഞാൽ, പിശാച് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന ഒരു ലോകത്ത്, മനസ്സിന്റെ ഉള്ളിലേക്ക് പിശാചിന്റെ ചിന്ത വരുന്നിടത്ത്, വീട്ടിലേക്ക് കയറി വരുന്നവർ, മക്കളെ സ്കൂളിൽ കൊണ്ടാക്കുന്ന ബസ്സിന്റെ ഡ്രൈവർ, അല്ലെങ്കിൽ വാഹനം കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർമാര്, അല്ലെങ്കിൽ പാലോ പാത്രമോ കൊണ്ടുതരുന്നവര്, അല്ലെങ്കിൽ മീൻ മേടിക്കാൻ മീൻ കൊണ്ടുതരുന്നവര്, ഇങ്ങനെ ഒരുപാട് ആളുകളുമായി ഇടപഴകുമ്പോഴേക്കും തനിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ജീവിതത്തിന്റെ ഭാരം ഏൽക്കാൻ വേണ്ടി യാത്ര പോയ ഭർത്താവിനെ മറന്നു പോകുന്ന പെണ്ണെ ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹ ചാരിത്രശുദ്ധിയുള്ള മകളാണ്, മോളാണ്. അത് മാത്രമല്ല, പിഞ്ചു കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ഓടിപ്പോകുന്ന പെണ്ണുങ്ങളെ ഒന്ന് ഓർത്തു നോക്കണേ. ഇബ്രാഹിം നബിയുടെ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം
വാപ്പയെ കണ്ടത് വളരെ കുറഞ്ഞ കാലമാണ്, വളരെ കുറഞ്ഞ കാലം. ഇബ്രാഹിം നബി പിന്നെ യാത്ര പോയി തിരിച്ചു വരുന്നത് ഓടിച്ചാടി നടക്കാൻ പ്രായമായപ്പോഴാണ്. ആ സമയത്ത് വാപ്പ വന്നപ്പോൾ പൊന്നുമോൻ ചോദിച്ചിട്ടില്ല, ഉമ്മ ഈ വന്ന മനുഷ്യൻ ആരാണ്? അങ്ങനെ ഒരു ചോദ്യം ഇസ്മായിൽ നബി ചോദിച്ചില്ലെന്നതാണ് അത്ഭുതം. ഭർത്താവ് 2 കൊല്ലം ഗൾഫിൽ നിന്ന് കഴിഞ്ഞ് വന്നാൽ പിന്നെ ആദ്യത്തെ 2 ആഴ്ച ഉമ്മാന്റെ കൂടെ ഉറങ്ങാൻ പറ്റുന്നില്ല. കുട്ടിൻ്റെ ഉമ്മാന്റെ കൂടെ കുട്ടി ഉറങ്ങാൻ വിടൂല. ഈ പരിചയമില്ലാത്ത ആളെങ്ങനെ ഞാൻ ഉറങ്ങുക? ഈ ആളെ കൂടെ എങ്ങനെ ഉറങ്ങുക? കുട്ടി കരച്ചിലാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്മായിൽ നബി ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ലെന്നാണ് ഉമ്മ ഈ മനുഷ്യൻ ആരാണ് എന്ന്. എന്തേ കാരണം എന്നറിയോ? വാപ്പ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത്, ഭർത്താവ് സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് ഇസ്മായിൽ എന്ന പൊന്നുമോനോട് വാപ്പയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുത്ത ഉമ്മയാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. പ്രവാസിമാരായ ഭർത്താക്കന്മാരുള്ളപ്പോ അവരുടെ ഭാര്യമാർക്ക് മാതൃകയല്ലേ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. പൊന്നുമോൻ വാപ്പയെ മറന്നുപോയിട്ടില്ല. പൊന്നുമോൻ വാപ്പയെ കുറിച്ച് ആരാണെന്ന് ചോദിച്ചിട്ടില്ല. എന്തേ? നിരന്തരമായി ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വാപ്പയുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. മോന്റെ വാപ്പ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ നിരന്തരമായി വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ഉമ്മയാണ് ഹാജർ റളിയല്ലാഹു അൻഹാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലയോ ഹാജർ ബീവിയെ കുറിച്ച്?